കുറുക്കനും കാക്കയും. ഒരു ദിവസം ഒരു കുറുക്കൻ വിശന്നു വലഞ്ഞു ആഹാരം തേടി നടക്കുകയായിരുന്നു. അവൻ ഭക്ഷണത്തിനു വേണ്ടി ഒരുപാട് അലഞ്ഞു. എങ്ങു നിന്നും ആഹാരം കിട്ടിയില്ല. അപ്പോഴാണ് ഒരപ്പക്കഷ്ണവും കൊക്കിൽ കരുതി ഒരു കാക്ക പറന്നു പോകുന്നത് കുറുക്കൻ കണ്ടത്. എങ്ങനെയെങ്കിലും ആ അപ്പക്കഷ്ണം കൈക്കലാക്കണം എന്നതായി കുറുക്കന്റെ ചിന്ത. കാക്ക പറന്നുപോയ ദിശയിലേക്ക് കുറുക്കൻ പിന്തുടർന്നു. ആ കാക്ക ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നത് കുറുക്കൻ കണ്ടു. ആ മരത്തിന്റെ താഴെ നിന്നുകൊണ്ട് കുറുക്കൻ കാക്കയോട് പറഞ്ഞു, ഹേയ് കാക്കേ, നമസ്കാരം, ഒരു നല്ല ദിവസം നേരുന്നു. അതിശയത്തോടെ കാക്ക തന്നെ ആരാണ് വിളിച്ചതെന്ന് താഴേക്ക് നോക്കി. തന്ത്രശാലിയായ കുറുക്കൻ കാക്കയെ വെറുതെ പ്രശംസിക്കുവാൻ തുടങ്ങി. ഇന്ന് നിന്നെ കാണാൻ എന്തു ഭംഗിയാണ്! എത്ര സുന്ദരമാണ് നിന്റെ തൂവലുകൾ! ഹോ, തിളക്കമുള്ള നിന്റെ കണ്ണുകൾ കണ്ടാൽ ആരും നോക്കിയിരുന്നു പോകും. ഇത്രയും സുന്ദരിയായ നിന്റെ സ്വരം കേൾക്കാൻ എന്ത് രസമായിരിക്കും! നിന്റെ സ്വരം ഒന്ന് ഞാൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നു, പക്ഷികളിൽ നീയാണ് രാജ്ഞി. കുറുക്കൻ പറഞ്ഞതെല്ലാം സത്യമെന്ന് വിശ്വസിച്ച് കാക്ക തല ഉയർത്തി ഉച്ചത്തിൽ കാ കാ എന്ന് പറയാൻ തുടങ്ങി. വായ തുറന്നപ്പോൾ തന്നെ കൊക്കിൽ നിന്ന് അപ്പക്കഷ്ണം നിലത്ത് വീണു. കുറുക്കൻ വേഗം തന്നെ അത് കൈക്കലാക്കി. എന്നിട്ട് കാക്കയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ മണ്ടൻ കാക്കേ, നീ ഞാൻ പറഞ്ഞ പ്രശംസകൾ കേട്ട് മയങ്ങരുതായിരുന്നു. കാക്കയ്ക്ക് അവൾക്ക് പറ്റിയ അമളി മനസ്സിലായി. കേൾക്കുന്നതെന്തും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള സത്യം. ചെന്നായ എന്ന് കരഞ്ഞ കുട്ടി. പണ്ട് ഒരിടത്ത് ഒരു ഇടയ ബാലൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ളവരുടെ ആടിനെ മേയ്ക്കുക എന്നതായിരുന്നു അവന്റെ ജോലി. ഒരു ദിവസം കുന്നിൻ ചെരുവില് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് വെറുതെ ഒരു തമാശ തോന്നി. അവൻ ഉച്ചത്തിൽ വിളിച്ചുകൂടി, ചെന്നായ വന്നേ, ചെന്നായ, ചെന്നായ ആടുകളെ തിന്നാൻ വരുന്നേ. വീണ്ടും അവൻ അങ്ങനെ തന്നെ വിളിച്ചുകൂടി, ചെന്നായ വന്നേ, ചെന്നായ, ചെന്നായ ആടുകളെ തിന്നാൻ വരുന്നേ. അവൻ വീണ്ടും വിളിച്ചുകൂടി, ചെന്നായ വന്നേ, ചെന്നായ. നാട്ടുകാരെല്ലാവരും അവരുടെ ജോലി നിർത്തിവെച്ച് ആ ബാലന്റെ അടുത്തേക്ക് ഓടിയെത്തി. ആ കുന്നിൻ ചെരുവില് ഒരു ചെന്നായ അവർ കണ്ടില്ല. അവർ ചോദിച്ചു, ചെന്നായ എവിടെ? അവർ ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഞാൻ നിങ്ങളെ എല്ലാരെയും പറ്റിച്ച് എന്ന് പറഞ്ഞ് ബാലൻ അവരെ കളിയാക്കി ചിരിച്ചു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ചെന്നായ ഇല്ലാത്തപ്പോൾ ചെന്നായ എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. ഇത്രയും പറഞ്ഞ് അവർ തിരികെ പോയി. പിറ്റേ ദിവസം അവൻ അത് തന്നെ ആവർത്തിച്ചു, ഓടി വരണേ, ചെന്നായ, ചെന്നായ. നാട്ടുകാർ അവരുടെ ജോലി നിർത്തി അവിടേക്ക് ഓടിച്ചെന്നു. അവർ ഓടി വരുന്നത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഈ പ്രവൃത്തി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വരുമ്പോൾ ചെന്നായെ കാണാതെ അവർ ദേഷ്യപ്പെട്ടു. നിന്നോട് പറഞ്ഞതല്ലേ ചെന്നായ ഇല്ലെങ്കിൽ ചെന്നായ എന്ന് പറഞ്ഞ് നിലവിളിക്കരുതെന്ന്? ഞാൻ എല്ലാരെയും പറ്റിച്ചേ. അവൻ എല്ലാരെയും നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. നാട്ടുകാർ ദേഷ്യത്തിൽ തിരിച്ചുപോയി. അടുത്ത ദിവസം ആടുകളെ അവൻ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ സത്യത്തിൽ ഒരു ചെന്നായ വരികയും അവന്റെ ആടുകളെ ആക്രമിക്കുകയും ചെയ്തു. ഭയന്ന ബാലൻ ഉറക്കെ നിലവിളിച്ചു, ചെന്നായ വന്നേ, ചെന്നായ, എന്റെ ആടുകളെ ആക്രമിക്കുന്നേ, ഓടി വരണേ. ആ ബാലൻ തങ്ങളെ വീണ്ടും പറ്റിക്കുകയാണെന്ന് കരുതി ആരും അവനെ സഹായിക്കാൻ എത്തിയില്ല. നേരെ വിരട്ടിയിട്ടും ഇടയ ബാലനെയും ആടുകളെയും കാണാത്തത് കാരണം നാട്ടുകാർ അവനെ തേടി കുന്നിൻ ചെരുവിൽ ചെന്ന് നോക്കിയപ്പോൾ ആ ബാലൻ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കരയുകയായിരുന്നു. നാട്ടുകാരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, സത്യത്തിൽ ഒരു ചെന്നായ വന്നിരുന്നു. ഞാൻ സഹായത്തിനു വേണ്ടി നിലവിളിച്ചിട്ടും ആരും വന്നില്ല. അപ്പോൾ ഒരാൾ ആ ബാലന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എപ്പോഴും കള്ളം പറയുന്നവൻ ഒരിക്കൽ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഇടയ ബാലൻ അവന്റെ തെറ്റ് മനസ്സിലായി. പിന്നീട് അവൻ ജീവിതത്തിൽ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല. അതിര് കടന്ന തമാശകൾ ആപത്ത് വരുത്തി വയ്ക്കും. ഉറുമ്പും പുൽച്ചാടിയും.
ഒരു മനോഹരമായ വേനൽക്കാലത്ത് ഒരു മടിയനായ പുൽച്ചാടി എന്നത്തെയും പോലെ വെറുതെ ഇരുന്ന് വെയിൽ കായുകയായിരുന്നു. അപ്പോൾ കഠിനാധ്വാനിയായ ഒരു ഉറുമ്പ് ആ വഴി പോകുന്നുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു ധാന്യമണി തന്റെ കൂട്ടിലേക്ക് ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ പുൽച്ചാടി ഉറുമ്പിനോട് ചോദിച്ചു, ദിവസം മുഴുവൻ ഇങ്ങനെ പണിയെടുക്കാതെ എന്തുകൊണ്ട് എന്നോടൊപ്പം ഇരുന്ന് കുശലം പറഞ്ഞുകൂടാ? അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, ഞാൻ മഞ്ഞുകാലത്തേക്കുള്ള ആഹാരം ശേഖരിക്കുകയാണ്. നിങ്ങളും അങ്ങനെ ചെയ്യൂ. തണുപ്പ് കാലം വന്നാൽ നിങ്ങൾ എന്ത് കഴിക്കും? നിങ്ങളുടെ കുടുംബത്തിന് വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? പുൽച്ചാടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ധൃതിയിലാണ്. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മഞ്ഞുകാലത്തെ എന്തിനു ഭയപ്പെടണം? നമുക്കിപ്പോൾ ഇവിടെ ധാരാളം ഭക്ഷണമുണ്ടല്ലോ. പക്ഷെ ഉറുമ്പ് ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ പുൽച്ചാടി പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ ജോലി തുടർന്നു. തണുപ്പ് കാലത്തേക്ക് ആവശ്യമായ ഭക്ഷണം ശേഖരിച്ചു. മഞ്ഞുകാലം പെട്ടെന്നെത്തി. പുൽച്ചാടി ഒന്നും ശേഖരിക്കാതിരുന്നതിനാൽ അവന് താമസിക്കാൻ ഒരിടമോ ഭക്ഷണമോ കിട്ടിയില്ല. അവൻ ഉറുമ്പിന്റെ വീട്ടിൽ ചെന്ന് ആഹാരത്തിനായും താമസിക്കാൻ ഒരു സ്ഥലത്തിനായും യാചിച്ചു. അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. എൻ്റെ കുടുംബത്തിനുള്ള ഭക്ഷണവും മുറികളും മാത്രമേ ഇവിടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറ്റാരോടെങ്കിലും സഹായം ചോദിക്കൂ. പുൽച്ചാടി നിരാശയോടെ മനസ്സിൽ പറഞ്ഞു, ഞാനും ഉറുമ്പ് പറഞ്ഞതുപോലെ ചെയ്യേണ്ടതായിരുന്നു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. നഗരത്തിലെ എലിയും ഗ്രാമത്തിലെ എലിയും. ഒരിക്കൽ നഗരത്തിലെ എലി ഗ്രാമത്തിലുള്ള തന്റെ സുഹൃത്തിനെ കാണാൻ പോയി. അന്ന് രാത്രിയിൽ അത്താഴത്തിന് ധാന്യങ്ങളും പയറുമണികളും റൊട്ടിയും വെണ്ണയും ഒക്കെ യഥേഷ്ടമുണ്ടായിരുന്നു. നഗരത്തിലെ എലി വളരെ ലളിതമായി കുറച്ച് മാത്രമേ അത്താഴം കഴിച്ചുള്ളൂ. നഗരത്തിലെ എലിക്ക് താൻ വിളമ്പിയ ഭക്ഷണം കാര്യമായി ഇഷ്ടപ്പെട്ടില്ല എന്ന് ഗ്രാമത്തിലെ എലി വിശ്വസിച്ചു. അത്താഴത്തിനു ശേഷം നഗരത്തിലെ വിശേഷങ്ങൾ പറഞ്ഞതെല്ലാം ഗ്രാമത്തിലെ എലി ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം അവർ വേലിച്ചെടിയോട് ചേർന്ന് തയ്യാറാക്കിയ മുറിയിൽ സുഖമായി ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ ഗ്രാമത്തിലെ എലി സ്വപ്നം കണ്ടത് തന്റെ സുഹൃത്ത് വിവരിച്ച നഗരജീവിതത്തിലെ ആഡംബരങ്ങളെ കുറിച്ചായിരുന്നു. അടുത്ത ദിവസം നഗരത്തിലെ എലി തിരികെ പോകാൻ നേരം ഗ്രാമത്തിലെ എലിയോട് നഗരത്തിലെ തന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു. നഗരത്തിലെ ആ വലിയ ബംഗ്ലാവിലെത്തിയപ്പോൾ കണ്ട പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മേശയും വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളും കേക്കുകളും മിഠായികളും അങ്ങനെ കൊതിപ്പിക്കുന്ന പലതും ഒരെലിക്ക് സ്വപ്നം കാണുന്നതിലും അപ്പുറമായിരുന്നു. ഇതെല്ലാം കണ്ട ഗ്രാമത്തിലെ എലി ശരിക്കും കണ്ണു തള്ളി. അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങവേ ഒരു പൂച്ചയുടെ മൂളൽ കേട്ടു. കേട്ടയുടനെ രണ്ടെലികളും ഭയന്ന് ഓടി സുരക്ഷിതമായ ഒരിടത്ത് ഒളിച്ചിരുന്നു. ശ്വാസം അടക്കി പിടിച്ച് വളരെ നേരം അവർക്ക് ഇരിക്കേണ്ടി വന്നു ആ പൂച്ചയൊന്ന് പോകാൻ വേണ്ടി. പുറത്തേക്ക് വന്നയുടനെ ഗ്രാമത്തിലെ എലി കൂട്ടുകാരനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പോവുകയാണ്. എന്താണ് ഇത്ര പെട്ടെന്ന് പോകുന്നത്? നഗരത്തിലെ എലി ചോദിച്ചു. ഇങ്ങനെ ഈ ആഡംബരങ്ങളിൽ ഭയന്ന് ജീവിക്കുന്നതിനേക്കാൾ
എത്രയോ ഭേദമാണ് എൻ്റെ ലളിതമായ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഗ്രാമത്തിലെ എലി തൻ്റെ സ്വന്തം വീട്ടിലേക്ക് യാത്ര തിരിച്ചു. സിംഹവും ചുണ്ടലിയും. ഒരിക്കൽ ഒരു സിംഹം തന്റെ ഗുഹയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അതുവഴി പോയ ഒരു ചുണ്ടലി ഗുഹയിലേക്ക് കയറി ഉറങ്ങിക്കിടന്ന സിംഹത്തിന്റെ അടുത്ത് ഓടിക്കളിക്കുവാൻ തുടങ്ങി. സിംഹം എന്തായാലും ഉറങ്ങുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് സിംഹം സംശയിക്കുകയില്ല എന്ന് ചുണ്ടലി മനസ്സിൽ വിചാരിച്ചു. ഓടിക്കളിക്കുന്നതിനിടയിൽ സിംഹത്തിന്റെ മൂക്കിനടുത്ത് അറിയാതെ എത്തിയപ്പോൾ സിംഹം ഉണർന്നു. ടപ്പി! ഒറ്റ അടിക്ക് സിംഹം ചുണ്ടലിയെ കൈക്കുള്ളിലാക്കി. തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിൽ ചുണ്ടലിയോട് വളരെ ദേഷ്യത്തിലായിരുന്നു സിംഹം. എന്നോട് ക്ഷമിക്കൂ, ചുണ്ടലി കരഞ്ഞു. എന്നെ വെറുതെ വിടൂ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ താങ്കൾക്ക് സഹായം ചെയ്യാം. സിംഹം അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ വളരെ ചെറുതാണ്, നീ എങ്ങനെ എനിക്ക് സഹായം ചെയ്യും? സിംഹത്തിന് ദയ തോന്നി ചിരിച്ചുകൊണ്ട് ചുണ്ടലിയെ വെറുതെ വിട്ടു. അടുത്ത ദിവസം 2 വേട്ടക്കാർ കാട്ടിലെത്തി. അവർ സിംഹത്തിന്റെ കൂടിന് മുമ്പിൽ ഒരു വലിയ കെണി ഒരുക്കി. സിംഹം അത് അറിഞ്ഞില്ല. രാത്രിയിൽ ഗുഹയിലേക്ക് വരികയായിരുന്ന സിംഹം ആ കെണിയിൽപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും സിംഹത്തിന് വലയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവൻ അലറുകയും കരയുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ചുണ്ടലി കരച്ചിൽ കേട്ടത്. അവൻ സിംഹത്തെ സഹായിക്കാൻ ഓടിയെത്തി. ചുണ്ടലി അവന്റെ പല്ലുകൾ ഉപയോഗിച്ച് കെണിയിലെ കയറുകളെല്ലാം കടിച്ച് മുറിച്ച് സിംഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് സിംഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചില്ലേ? ഇപ്പോൾ നോക്കൂ, ഒരു എലിയായ എനിക്ക് ഒരു സിംഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ലേ? അപ്പോൾ സിംഹത്തിന് മനസ്സിലായി, അന്ന് ഞാൻ എലിയോട് കാണിച്ച ദയ വെറുതെ ആയില്ലെന്ന്. ആരെയും നിസ്സാരന്മാരായി കാണരുത്. പൊന്മുട്ടയിടുന്ന താറാവ്. ഒരിടത്തൊരിടത്ത് പാവപ്പെട്ട ഒരു കൃഷിക്കാരന് വളരെ ഭംഗിയുള്ള ഒരു താറാവ് സ്വന്തമായി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ആ കൃഷിക്കാരൻ കൂട്ടിൽ പോയി നോക്കുമ്പോൾ താറാവ് ഒരു തിളങ്ങുന്ന സ്വർണ്ണമുട്ട ഇട്ടിട്ടുണ്ടായിരിക്കും. അയാൾ അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും അങ്ങനെ ധനികനാവുകയും ചെയ്തു. പക്ഷേ ഇത് അധിക നാൾ നീണ്ടു നിന്നില്ല. എല്ലാ ദിവസവും ഒരു മുട്ട മാത്രം ലഭിക്കുന്നതോർത്ത് അയാൾ നിരാശനായി. പെട്ടെന്ന് ധനികനാകാൻ അയാൾ ആഗ്രഹിച്ചു. ഒരു ദിവസം പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരാശയം ഉദിച്ചു. ഞാൻ ആ താറാവിനെ കൊന്ന് അതിലുള്ള എല്ലാ മുട്ടകളും പുറത്തെടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ധനികനാകാം. അത്യാഗ്രഹിയായ മനുഷ്യൻ ആ താറാവിനെ കൊന്ന് അതിൻ്റെ വയറ് തുറന്നു നോക്കി. പക്ഷെ അയാൾക്ക് ഒരു മുട്ട പോലും കിട്ടിയില്ല. ആ താറാവ് ചത്തുപോവുകയും ചെയ്തു. അത്യാഗ്രഹം ആപത്താണ്. കൂടുതൽ കൂടുതൽ നേടാൻ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമുക്കുള്ളതുകൂടി നഷ്ടപ്പെടും. വനദേവനും മരം വെട്ടുകാരനും. ഒരിക്കലൊരു പാവപ്പെട്ട മരം വെട്ടുകാരൻ ഒരാഴമുള്ള നദിക്കരയിൽ മരം വെട്ടുകയായിരുന്നു. അയാൾ നല്ലവനും സത്യസന്ധനും കഠിനാധ്വാനിയുമായിരുന്നു.
രാവിലെ മുതൽ ജോലി ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അയാൾ വളരെ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ടായിരിക്കണം അയാളുടെ കയ്യിൽ നിന്ന് മഴു നദിയിലേക്ക് തെറിച്ചു വീണു. പാവം, അയാൾ വളരെ നിരാശനായി. ആകെയുള്ള ഒരു വരുമാന മാർഗമായിരുന്നു ആ മഴു. പുതിയതൊന്ന് വാങ്ങാൻ പണവും ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ വിഷമത്തോടെ അവിടെ നിന്ന് കരഞ്ഞു. അപ്പോൾ ഒരു വനദേവൻ നദിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്തു പറ്റി എന്ന് ചോദിച്ചു. മരം വെട്ടുകാരൻ സംഭവിച്ചതെല്ലാം പറഞ്ഞു. അപ്പോൾ വനദേവൻ നദിക്കടിയിലേക്ക് പോയി. അദ്ദേഹം വീണ്ടും വന്നപ്പോൾ കയ്യിൽ വളരെ മനോഹരമായ ഒരു സ്വർണ്ണ മഴു ഉണ്ടായിരുന്നു. ഇതാണോ നിന്റെ മഴു? വനദേവൻ ചോദിച്ചു. അല്ല, അയാൾ പറഞ്ഞു. ഇതെന്റെ മഴുവല്ല. വനദേവൻ ആ സ്വർണ്ണ മഴു നദിയുടെ തീരത്ത് വെച്ചിട്ട് വീണ്ടും നദിയുടെ ആഴത്തിലേക്ക് പോയി. ഇത്തവണ അദ്ദേഹം ഒരു വെള്ളി മഴുവുമായിട്ടാണ് വന്നത്. പക്ഷേ മരം വെട്ടുകാരൻ അതും തൻ്റെ മഴുവല്ലെന്നും തൻ്റേത് ഒരു സാധാരണ തടി കൊണ്ടുള്ള പിടിയുള്ള ഒരു മഴുവാണെന്നും പറഞ്ഞു. വനദേവൻ മൂന്നാമതും നദിയിലേക്ക് മുങ്ങി. ഇത്തവണ അദ്ദേഹം മരം വെട്ടുകാരന് നഷ്ടപ്പെട്ട അതേ മഴുവുമായി തിരിച്ചു വന്നു. മരം വെട്ടുകാരൻ വളരെ സന്തോഷത്തോടെ വനദേവന് നന്ദി പറഞ്ഞു. വനദേവന് അയാളുടെ സത്യസന്ധതയിൽ വളരെ സന്തോഷമായി. ഞാൻ നിന്നിൽ സംപ്രീതനായി. സമ്മാനമായി ഈ സ്വർണ്ണമഴവും വെള്ളിമഴവും നീ എടുത്തുകൊള്ളൂ. ഇത് മൂന്നും നിന്റേതാണ്. ഇത് പറഞ്ഞിട്ട് വനദേവൻ അപ്രത്യക്ഷനായി. മരം വെട്ടുകാരൻ വളരെ സന്തോഷത്തോടെ തനിക്ക് കിട്ടിയ നിധിയുമായി വീട്ടിലേക്ക് പോയി. അയാൾക്ക് കൈവന്ന ഭാഗ്യം ഗ്രാമത്തിലെല്ലാവരും അറിഞ്ഞു. ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന 2 മരം വെട്ടുകാർ തങ്ങൾക്കും ഇതുപോലെ നിധി കിട്ടുമെന്ന് വിശ്വസിച്ചു. അവരും അവിടെ തന്നെ മരം വെട്ടാൻ പോയി. അടുത്തടുത്തുള്ള 2 മരങ്ങൾ വെട്ടാൻ തുടങ്ങി. തങ്ങളുടെ മഴു മരത്തിന് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നഷ്ടപ്പെട്ടതായി ഭാവിച്ച് വനദേവനെ വിളിച്ച് സഹായം അപേക്ഷിച്ചു. വനദേവൻ പ്രത്യക്ഷപ്പെട്ട് 2 പേരുടെ അടുത്ത് വന്നു. 2 പേരെയും വനദേവൻ സ്വർണ്ണ മഴു കാണിച്ചു. 2 പേരും അത് തങ്ങളുടെ നഷ്ടപ്പെട്ട മഴുവാണെന്ന് ആവേശത്തോടെ പറഞ്ഞു. പക്ഷെ വനദേവൻ അത് അവർക്ക് കൊടുത്തില്ല. വനദേവൻ ആ മഴു കൊണ്ട് 2 പേരെയും തലയിൽ പ്രഹരിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. കുട്ടികളെ, സത്യസന്ധതയാണ് ഏറ്റവും നല്ല സമ്പത്ത്.